എംപോക്സ് വ്യാപനം ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിനും പുറത്തേക്ക്. സ്വീഡനിൽ രോഗം സ്ഥിരീകരിച്ചു. അണുബാധ ആശങ്കാജനകമാണെന്ന് ലോകാരോഗ്യ സംഘടന വ്യക്തമാക്കി. വിവരങ്ങളുമായി KP അഭിലാഷു ചേരുന്നു. അഭിലാഷു, വീണ്ടും ലോകത്തിന് ആശങ്കയായി മറ്റൊരു രോഗവ്യാപനം കൂടി പുറത്തേക്ക് വരുമ്പോൾ ഏത് തരത്തിലുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ വന്നിരിക്കുന്നു? ഇതുവരെ WHO അടക്കം എന്തെങ്കിലും തരത്തിലുള്ള മുന്നറിയിപ്പുകളോ മറ്റോ പറഞ്ഞിട്ടുണ്ടോ? അപർണ, 2022 മുതൽ കുരങ്ങുപനി എന്നത് ലോകത്ത് വ്യാപകമായി തന്നെ കണ്ടുവരാറുണ്ട് എങ്കിൽ പോലും ഇപ്പോഴത്തെ വ്യാപനം ആശങ്കാജനകമാണ് എന്നാണ് ലോകാരോഗ്യ സംഘടന വ്യക്തമാക്കിയിട്ടുള്ളത്. പ്രത്യേകിച്ച് ആഫ്രിക്കൻ ഉപഭൂഖണ്ഡത്തിൽ ആയിരുന്നു രോഗവ്യാപനം ഉണ്ടായിരുന്നത് എങ്കിൽ ഇതിപ്പോൾ പുറത്തേക്ക് കൂടി മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും മറ്റുമൊക്കെ രോഗം വ്യാപിക്കുന്ന ഒരു സാഹചര്യം ആണ് ഉള്ളത്. 116 രാജ്യങ്ങളിൽ ഇപ്പോൾ രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്നതാണ് ഏറ്റവും പുതിയ കണക്ക്. ഇത് തന്നെയാണ് ഏറെ ആശങ്കപ്പെടുത്തുന്നത്. മാത്രവുമല്ല, ലോകാരോഗ്യ സംഘടന പറയുന്നത് പ്രകാരം 2022 റിപ്പോർട്ട് ചെയ്ത രോഗത്തെക്കാൾ കൂടുതൽ വ്യാപന ശേഷിയുണ്ട് എന്നും അത് കൂടുതൽ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നവയാണ് എന്നുമുള്ള നിരീക്ഷണത്തിലേക്കാണ് എത്തുകയും ചെയ്തിട്ടുള്ളത്. നിലവിലെ രോഗവ്യാപനത്തിന്റെ തോത് പരിശോധിക്കുമ്പോൾ 2022മായി താരതമ്യം ചെയ്യുമ്പോൾ അതിന്റെ ഏതാണ്ട് 160% വർധനവ്, അതിവേഗം ആണ് ഈ രോഗം വ്യാപിക്കുന്നത് എന്നതുകൂടിയാണ് ആശങ്കയുണ്ടാക്കുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിൽ ആണ് ഇപ്പോൾ ആഗോള അടിയന്തരാവസ്ഥ, ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുള്ളത്. ആഫ്രിക്കയിൽ മാത്രം 15,000-ലധികം മങ്കിപോക്സ് രോഗികൾ ഉണ്ട് എന്നതാണ് കണക്കുകൾ. 461 മരണം ആണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഈ മരണസംഖ്യയിലും വലിയ വർധനമാണ് ഉണ്ടായിട്ടുള്ളത് എന്നതാണ് ലോകാരോഗ്യ സംഘടനയെ ആശങ്കാജനകമാക്കുന്ന തരത്തിലേക്ക് സ്ഥിതിഗതികൾ എത്തിക്കുകയും ചെയ്തിട്ടുള്ളത്. നമുക്കറിയാം, നേരത്തെ ഇതുപോലെ സമാനമായ തരത്തിലുള്ള അസുഖങ്ങൾ വ്യാപിക്കുകയും അങ്ങനെ വലിയ തോതിൽ മരണങ്ങൾ സംഭവിക്കുകയും ചെയ്ത പശ്ചാത്തലം കൂടി ഉണ്ട് എന്നതാണ് എടുത്തു പറയേണ്ടത്. ഈ ഒരു പശ്ചാത്തലത്തിൽ നമുക്ക് മലയാളികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് വസൂരി എന്ന രോഗം ഉണ്ട്. ആ രോഗത്തിന് സമാനമായ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ ഗുരുതരമാകുന്ന ഒരു അവസ്ഥ തന്നെയാണ് ഈ കുരങ്ങുപനി എന്ന് പറയുന്നത്. 1980 ആയിരുന്നു ഈ കുരങ്ങുപനി അല്ലെങ്കിൽ വസൂരി എന്നത് ലോകവ്യാപകമായി തന്നെ നിരവധി ആളുകളുടെ ജീവൻ അപഹരിച്ചത്. അതിന്റെ മറ്റൊരു വേഷൻ എന്ന് തന്നെയാണ് നമുക്ക് ഇതിനെ പറയാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഗൗരവത്തോടു കൂടിയാണ് ഈ വിഷയത്തെ നോക്കിക്കാണേണ്ടത്. മാത്രവുമല്ല, ആഫ്രിക്കയിൽ നിന്ന് മറ്റു രാജ്യങ്ങളിലേക്ക് കൂടി രോഗം വ്യാപിച്ച പശ്ചാത്തലത്തിൽ അതീവ കരുതൽ ഉണ്ടാകേണ്ട സമയമാണ് എന്നുകൂടിയാണ് ഇപ്പോൾ ലോകാരോഗ്യ സംഘടന വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും ഇന്ത്യയിലടക്കം ഇതുമായി ബന്ധപ്പെട്ട ജാഗ്രത പുലർത്തേണ്ട സാഹചര്യമാണ് എങ്കിൽ പോലും ആരോഗ്യ മന്ത്രാലയം ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള നിർദ്ദേശങ്ങൾ ഇതുവരെയും നൽകിയിട്ടില്ല. പക്ഷേ അപർണ, നമുക്കറിയാം, പലപ്പോഴും ഇന്ത്യക്കാരായിട്ടുള്ള ആളുകൾ, അതോടൊപ്പം തന്നെ മലയാളികൾ പോലും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അടക്കം ജോലി ചെയ്യുന്നവർ ആണ് എന്നതാണ്. ഈ രോഗത്തിന്റെ ഒരു പ്രത്യേകത എന്നത് ഇത് മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുകയും മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യമാണുള്ളത്. അതിപ്പോൾ മലയാളികൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കുരങ്ങ് മാത്രമല്ല, എലികൾ. KP അഭിലാഷ്, ഞാൻ വരാം. ഇപ്പോൾ ഡോക്ടർ സുൽഫി നുഹു നമുക്കൊപ്പം ചേരുന്നു. ഡോക്ടർ, മങ്കിപോക്സ് വ്യാപനം അടിയന്തര അവസ്ഥയിലാണെന്ന് ലോകാരോഗ്യ സംഘടന പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു സാഹചര്യം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒക്കെ ഏത് തരത്തിലുള്ള ഒരു ജാഗ്രതയാണ് വേണ്ടത്? നമ്മൾ ഭയപ്പെടേണ്ട ഒരു സാഹചര്യമുണ്ടോ? ഇതിപ്പോ രണ്ടാമത്തെ തവണയാണ് ലോകാരോഗ്യ സംഘടന ഇന്നലെ ലോകാരോഗ്യ സംഘടന ഇതൊരു ഹെൽത്ത് എംപോക്സിന് ഒരു ഹെൽത്ത് എമർജൻസി ആയിട്ട് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. ആഫ്രിക്കയിലെ ഒരു രാജ്യത്തിൽ നിന്നും അത് അടുത്തുള്ള രാജ്യങ്ങളിലേക്കും മറ്റ് സ്ഥലങ്ങളിലേക്കൊക്കെ പകരുന്നതിനാൽ അതിന് ഗുരുതരാവസ്ഥയുണ്ട്, അല്ലെങ്കിൽ അതിനകത്ത് സീരിയസ് ആയിട്ട് എല്ലാ രാജ്യങ്ങളുടെയും ഇൻവോൾവ്മെന്റ് ഈ കാര്യത്തിൽ വേണം എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് ലോകാരോഗ്യ സംഘടന ഇങ്ങനെ ഒരു നിഗമനത്തിൽ എത്തിയിട്ടുള്ളത്. ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം തൽക്കാലം അതൊരു വലിയൊരു ഔട്ട്ബ്രേക്ക് ആയിട്ട് വരുവാനോ അല്ലെങ്കിൽ ഈ രോഗം ഇവിടെ വ്യാപകമായ രീതിയിൽ ഉണ്ടാകുവാനുള്ള സാധ്യതയില്ല. പക്ഷെ തീർച്ചയായിട്ടും നമുക്ക് ചില കേസുകൾ ഇവിടെ നിന്നും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ കാര്യത്തിൽ നമുക്കറിയാവുന്നത് പോലെ തന്നെ ഒരു സൂനോട്ടിക് ഡിസീസ് ആണ്, അതായത് മൃഗങ്ങളിൽ നിന്നും മനുഷ്യരിലേക്ക് പകരുന്ന രോഗമാണ്. ഹ്യൂമൻ ടു ഹ്യൂമൻ ഒരു ട്രാൻസ്മിഷൻ ഈ കാര്യത്തിൽ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കാര്യത്തില് നമുക്ക് തീർച്ചയായിട്ടും ജാഗ്രത ആവശ്യമാണ്. പ്രത്യേകിച്ച് ഈ കുരങ്ങുകളുമായിട്ടും അല്ലെങ്കിൽ മറ്റ് മൃഗങ്ങളുമായിട്ട് കടത്തിലിടപഴകുന്ന ആൾക്കാരിൽ ഈ കാര്യത്തെക്കുറിച്ചൊരു ശ്രദ്ധ ആവശ്യമാണ് എന്നുള്ളത് മാത്രമാണ്. ഇപ്പോൾ ഒരു കോവിഡിനെ പോലെയോ അല്ലെങ്കിൽ മറ്റു രോഗങ്ങളെയോ പോലെ തന്നെ വ്യാപകമായി ഈ രോഗം ഒരു ബുദ്ധിമുട്ടുള്ള രീതിയിലേക്ക് എത്തിയിട്ടില്ല. പക്ഷേ ഈ കാര്യത്തിൽ ഈ ഒരു ഹെൽത്ത് എമർജൻസിയായി ഡിക്ലെയർ ചെയ്തുകൊണ്ട് തന്നെ
ഡോക്ടർമാരും ആരോഗ്യ പ്രവർത്തകരും ഒക്കെ തന്നെ ഇതിന്റെ രോഗലക്ഷണങ്ങളും മറ്റ് കാര്യങ്ങളും ഒരു അവരുടെ ഡയഗ്നോസിസിലും അവരുടെ ട്രീറ്റ്മെന്റിന്റെ കാര്യങ്ങളിലും ഒക്കെ തന്നെ മുൻഗണന കൊടുക്കണം എന്നാണ് ലോകാരോഗ്യ സംഘടന ഉദ്ദേശിക്കുന്നത്. ഡോക്ടർ, ഇതിന്റെ ഒരു വകഭേദം KFT എന്ന് പറയുന്ന കാസ്നൂർ ഫോറസ്റ്റ് ഡിസീസ്, അത് ഈ ഫെബ്രുവരി ആദ്യ ആഴ്ച കർണാടകത്തിൽ സ്ഥിരീകരിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. 2 പേരുടെ മരണവും സ്ഥിരീകരിച്ചിരുന്നു. അപ്പോൾ ഇതിന്റെ ഒരു വകഭേദമാണോ? ഇത് ഓൾറെഡി ഇവിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളതാണോ? അതുമായി ഈ രോഗത്തിന് ഒരു ബന്ധവുമില്ല. ഇപ്പൊ വന്നിരിക്കുന്ന ഈ രോഗം ഒരു പുതിയ സ്ട്രെയിൻ, കുറച്ചുകൂടെ ശക്തമായ വകഭേദം ഈ നമ്മുടെ മങ്കി പോക്സിന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അതാണ് ഇത് കാസ്നൂർ ഫോറസ്റ്റ് ഡിസീസുമായിട്ട് ഇതിന് ഒരു ഡയറക്റ്റ് ലിങ്കോ അല്ലെങ്കിൽ ബന്ധമോ ഉള്ളതല്ല. പക്ഷെ ഇത് നമുക്ക് അറിയാമല്ലോ, സാധാരണ പനി, ശക്തമായ ശരീരവേദന, അതോടൊപ്പം തന്നെ ദേഹത്ത് കുരുക്കൾ പോലെയുള്ള പൊങ്ങലുകൾ ഉണ്ടാവുക, അതാണ് സാധാരണഗതിയിൽ ഈ രോഗത്തിനുണ്ടാകുന്ന രോഗലക്ഷണങ്ങൾ. മറ്റസുഖവുമായിട്ട് ഇതിന് ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ബന്ധമില്ല. ഇവിടെ നമുക്ക് കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കേരളത്തിൽ തന്നെ നമ്മൾ മങ്കി പോക്സ് കാണുകയും അത് നാം അത് കണ്ടെയ്ൻ ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കതൊരു ഗുരുതരമായ രോഗമാണ് എന്ന് ഗുരുതരമായ രീതിയിലേക്ക് എത്തിച്ചേർന്നു പറയാൻ കഴിയില്ല. ഡോക്ടർ, ഒരു കാര്യം കൂടി, ഇത് രോഗം പടർന്നതുമായി ബന്ധപ്പെട്ട് ഈ കുരങ്ങൻ കടിച്ച് വരുന്ന അസുഖം കൂടിയാണ് എന്ന് പറഞ്ഞതുകൊണ്ടാണ് ചോദിക്കുന്നത്. ഈ വീട്ടിലെ വളർത്തു മൃഗങ്ങൾ, ഈ ആട്, പശു മുതലായവയൊക്കെ ആ തരത്തിലുള്ള ഒരു ഡേഞ്ചർ സോണിലുണ്ടോ? അതായത് ഈ മൃഗങ്ങളുടെ പാല് വഴിയൊക്കെ മനുഷ്യരിലേക്ക് ഈ രോഗം വരാനുള്ള സാധ്യതയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? നോ അബ്സല്യൂട്ട്ലി നോ. അങ്ങനെ ഒരു നമ്മൾ പശുവിന്റെ പാലോ ആടിന്റെ പാലോ അല്ലെങ്കിൽ നാം സ്ഥിരമായിട്ടിരിക്കുന്ന പാല് മൂലമൊക്കെ ഇത് പകരാനുള്ള സാധ്യത കുറവാണ്. പക്ഷേ ഇല്ല എന്നല്ല പറയാം. പക്ഷേ നമുക്കറിയാം, വളർത്തുമൃഗങ്ങൾ, പ്രത്യേകിച്ച് ഈ വളർത്തുമൃഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കൂടുതൽ അസുഖങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല. തീർച്ചയായിട്ടും ഈ കുരങ്ങുമായിട്ടും അല്ലെങ്കിൽ അത്തരം ജീവികളുമായിട്ട് അടുത്തിടപഴകുന്ന ആൾക്കാരിൽ മാത്രമാണ് അത് ഉണ്ടാകുന്നത്. നമ്മുടെ സാധാരണ വളർത്തുമൃഗങ്ങളോ മറ്റു കാര്യങ്ങളോ ഒക്കെ തന്നെ ഈ രോഗം ഉണ്ടാക്കുന്ന രീതി ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, നാം വളർത്തുമൃഗങ്ങളെയും മറ്റ് നമ്മുടെ ഒക്കെ വളർത്തും. അതിപ്പോ നമുക്ക് പലതരത്തിലുള്ള അസുഖങ്ങൾ നമ്മുടെ ചുറ്റോട്ടം ഉണ്ടല്ലോ. അതുകൊണ്ട് തന്നെ അത്തരം അസുഖങ്ങൾ എപ്പോഴും നമ്മൾ പെറ്റ്സിനെ കൈകാര്യം ചെയ്യുമ്പോൾ, ഇപ്പം നിപ്പ പോലുള്ള അസുഖങ്ങളാണെങ്കിലും ഒക്കെ തന്നെ നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ നാം ഒരു സേഫ്റ്റി പ്രിക്കോഷൻസ് എപ്പോഴും പാലിക്കേണ്ടതായിട്ടുണ്ട്. ഒന്ന്, വളർത്തുമൃഗങ്ങളെ വൃത്തിയായിട്ട് തന്നെ നിർത്തുക എന്നുള്ള ഒരു പ്രാധാന്യം, അവരെ സംരക്ഷിക്കുമ്പോഴും ശുശ്രൂഷിക്കുമ്പോഴും ഒക്കെ നാം എടുക്കേണ്ട മുൻകരുതലുകൾ, അത് ഈ അസുഖത്തിന് മാത്രമല്ല എല്ലാ അസുഖങ്ങളും വരാതിരിക്കുവാൻ തീർച്ചയായിട്ടും സഹായിക്കും. പാൽ ഉപയോഗിക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ഉപയോഗിക്കുന്നത് കൊണ്ടോ തന്നെ ഇത് തീർച്ചയായിട്ടും ബുദ്ധിമുട്ടൊന്നും തന്നെ ഇല്ല. ഡോക്ടർ, ഒരു കാര്യം കൂടി, ഇതിന്റെ ചികിത്സ, ഇതിന്റെ പ്രതിരോധം കൂടിയാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ടത്. ഈ വസൂരി വാക്സിനേഷൻ 85% ഫലപ്രദമാണെന്ന് തെളിഞ്ഞിട്ടുണ്ടെന്നുള്ള റിപ്പോർട്ടുകളൊക്കെ പുറത്തു വന്നിരുന്നു. ആ തരത്തിലാണെങ്കിൽ നമ്മൾ വലിയ തരത്തിലുള്ള ഒരു ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ല എന്നുകൂടി വേണ്ടേ മനസ്സിലാക്കാൻ? തീർച്ചയായിട്ടും വാക്സിനേഷൻ അവൈലബിൾ ആണ്. നമ്മുടെ ഒരു സ്ഥലത്ത് അത്ര ഒരു വാക്സിനേഷന്റെ ആവശ്യകത തൽക്കാലം ഉയർന്നു വരുന്നില്ല. കാരണം വലിയ ഔട്ട് ബ്രേക്ക് ഒന്നും ഉണ്ടാകാത്ത സ്ഥിതിക്ക് നമുക്ക് അത്തരം ഒരു വാക്സിനേഷന്റെ ആവശ്യം തൽക്കാലം കാണുന്നില്ല. വളരെ ഫലപ്രദമായ വാക്സിനേഷനുകൾ ലഭ്യമാണ്. നമുക്ക് അതുകൊണ്ട് തന്നെ ഈ കാര്യത്തെക്കുറിച്ച് കൂടുതൽ ആശങ്കയുടെ ആവശ്യമില്ല. വളരെ നന്ദി ഡോക്ടർ സുൽഫീൽ നുഹു പ്രതികരിച്ചത്. KP അഭിലാഷിലേക്ക് കൂടി. അഭിലാഷ്, ആ രീതിയിൽ വലിയൊരു ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ല. ഇനി മാത്രമല്ല, കൃത്യമായ ചികിത്സ, കൃത്യമായ പ്രതിരോധം, ഇതെല്ലാം മുന്നിൽ നിൽക്കുന്ന സമയത്ത് കൂടി ജാഗ്രത മാത്രമാണ് വേണ്ടത്. അങ്ങനെയാണ് വിലയിരുത്തേണ്ടത്, അല്ലേ? അപർണ, ഇതിന് കൃത്യമായൊരു ചികിത്സയില്ല എന്നുള്ളതാണ് ലോകാരോഗ്യ സംഘടന പറയുന്നത്. കാരണം ഇതൊരു വൈറസ് ആണ് പടരുന്നത്. അതായത് നമ്മുടെ പ്രതിരോധ ശേഷിയെ ബാധിക്കുക, അതോടൊപ്പം തന്നെ നമുക്ക് മറ്റു രോഗങ്ങൾ ഉണ്ടെങ്കിൽ അത് മൂർച്ഛിക്കുക, അങ്ങനെയൊരു സാഹചര്യം ആണ് ഉള്ളത്. അതുകൊണ്ട് കൃത്യമായി ഇതിനൊരു മരുന്ന് ഇല്ല. മറിച്ചും നമുക്കുണ്ടാകുന്ന ഈ അസുഖം ബാധിച്ചതിന് ശേഷം ഒരു വ്യക്തിക്കുണ്ടാകുന്ന മറ്റ് ബുദ്ധിമുട്ടുകളെ ശമിപ്പിക്കുക എന്നതാണ് ഇതിന് പോംവഴിയായിട്ടുള്ളത് എന്നതാണ് ലോകാരോഗ്യ സംഘടന വ്യക്തമാക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കുരങ്ങുപനിയുടെ പല വകഭേദങ്ങൾ ഇതിനു മുമ്പുണ്ടായിട്ടുണ്ട്. അത് പ്രധാനമായും കൈകളിലും നെഞ്ചിലുമൊക്കെ കുമിളകളായി ഉയർന്നു പൊങ്ങുന്നു എന്നുള്ളതാണ്. എങ്കിൽ ഇപ്പോഴത്തെ അസുഖത്തിന്റെ ഒരു വിഷയം എന്നത് ജനനേന്ദ്രിയ ഭാഗങ്ങളിൽ ആണ് ഇത്തരം ലക്ഷണങ്ങൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ ആശുപത്രികളിൽ, അത് ഇന്ത്യയിലെയോ അല്ലെങ്കിൽ കേരളത്തിലെയോ സാഹചര്യമല്ല, ലോകവ്യാപകമായുള്ള സാഹചര്യമാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. അതായത് ഈ ജനനേന്ദ്രിയ ഭാഗത്ത് അടക്കമൊക്കെയാണ് ഇങ്ങനെ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നത് എന്നതുകൊണ്ട് തന്നെ ആശുപത്രികളിലേക്കും മറ്റുമൊക്കെ എത്തുന്നവരുടെ എണ്ണത്തിൽ കുറവുണ്ടാകുന്നു എന്നുള്ളതാണ് ലോകാരോഗ്യ സംഘടനയെ ആശങ്കപ്പെടുത്തുന്നത്. അതോടൊപ്പം
കുരങ്ങൻ മാത്രമല്ല, അണ്ണാൻ, എലികൾ പോലുള്ള ജീവികളിൽ നിന്ന് അടക്കം ഈ രോഗം പകരുന്നുണ്ട്. ഈ വളർത്തു മൃഗങ്ങളെ സംബന്ധിച്ചിടത്തോളം അധികമായി ഇത് പകരാൻ സാധ്യതയില്ല. പക്ഷെ വനവാസ മേഖലയിൽ അല്ലെങ്കിൽ മലയോര മേഖലയിലൊക്കെ ജീവിക്കുന്ന ആളുകൾ, അത് ആഫ്രിക്കൻ ഉപഭൂഖണ്ഡത്തിലൊക്കെയാണ് അധികമായും ഉള്ളത് എന്നത്, ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലാണ് അധികമായി ഉള്ളത് എന്നതൊക്കെ നമുക്ക് അറിയാം. അപ്പോൾ അങ്ങനെയുള്ള ഭൂപ്രദേശങ്ങളിലൊക്കെയാണ് ഈ രോഗവ്യാപനത്തിനുള്ള സാധ്യത കൂടുതലായി കൽപ്പിക്കപ്പെടുന്നത്. അതോടൊപ്പം ഈ രോഗം ഉള്ള ജീവികളുടെ സ്രവങ്ങൾ വഴിയും ഇത്തരത്തിൽ രോഗം വ്യാപിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതോടൊപ്പം തന്നെ ചേർത്ത് വെക്കേണ്ടത് മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന ഒന്നുകൂടിയാണ്. അതും സ്രവങ്ങളിലൂടെ പകരുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ശ്വാസകോശത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്ന സ്രവങ്ങളിലൂടെ പകരുവാനുള്ള സാധ്യതയുണ്ട്. ഒപ്പം വസ്ത്രങ്ങൾ ഉപയോഗിക്കുമ്പോൾ പോലും അത്തരത്തിലുള്ള സാധ്യതയുണ്ട്. സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധത്തിൽ അടക്കം ഇത്തരത്തിൽ അസുഖം ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക് അസുഖം ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. ഇങ്ങനെ അസുഖ വ്യാപനത്തിനുള്ള സാധ്യതകൾ പലതാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ കരുതലോടെ, അതായത് ഈ രോഗം ഒരു ബ്രേക്ക് ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ നിയന്ത്രണത്തിന് വിധേയമാകാത്ത ഒരു സാഹചര്യത്തിലേക്ക് എത്തിയാൽ പിന്നീട് അത് നിയന്ത്രിക്കുക എന്നത് ഏറെ ശ്രമകരമാകുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെയാണ് ലോകാരോഗ്യ സംഘടന അടിയന്തരമായി തന്നെ ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചുകൊണ്ട് ഇതിനെ ഉന്മൂലനം ചെയ്യുന്നതിനും പ്രതിരോധിക്കുന്നതിനും വേണ്ടിയുള്ള നടപടികളിലേക്ക് വളരെ പെട്ടെന്ന് കടക്കുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും ഇപ്പോൾ അങ്ങനെ ഭയപ്പെടേണ്ട ഒരു സാഹചര്യമല്ല എന്ന് തന്നെയാണ് ആരോഗ്യ സംഘടന പറയുന്നത് എങ്കിൽ പോലും അതീവ ജാഗ്രത പുലർത്തേണ്ട സാഹചര്യം തന്നെയാണ്. പ്രത്യേകിച്ച് ഈ സൂചിപ്പിച്ചതുപോലെ ആഫ്രിക്കയിലായിരുന്നു ഇതിൻ്റെ ഒരു വ്യാപനമെങ്കിൽ അതിനപ്പുറത്തേക്ക് രോഗം വ്യാപിക്കുന്ന പശ്ചാത്തലം ഉണ്ടാകുന്നു. യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് അടക്കം ഏതാണ്ട് 116 രാജ്യങ്ങളിൽ ആണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. പക്ഷേ ഈ സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഈ വസൂരിയുമായി ബന്ധപ്പെട്ട് ലോകവ്യാപകമായി എടുക്കുന്ന വാക്സിൻ, അതിൻ്റെ അളവിൽ വലിയ കുറവ് വന്നിട്ടുണ്ട് എന്നതാണ് ലോകാരോഗ്യ സംഘടനയുടെ കണക്കുകൾ. ഒരുപക്ഷെ ഇന്ത്യയിലെ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലേതുപോലെയല്ല ലോകത്തിൻ്റെ മറ്റു പല രാജ്യങ്ങളിലെയും അവസ്ഥ. ഈ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള വാക്സിനുകൾ ഒക്കെ എടുക്കുന്നത്, പ്രത്യേകിച്ച് വസൂരിക്ക് പോലെയുള്ള അല്ലെങ്കിൽ ആ കാറ്റഗറിയിൽ വരുന്ന അസുഖങ്ങൾക്ക് വേണ്ടിയുള്ള വാക്സിനേഷൻ ലോകവ്യാപകമായി കുറഞ്ഞുപോയി എന്നുള്ളതാണ് ലോകാരോഗ്യ സംഘടനയുടെ കണക്ക്. അതുകൊണ്ടാണ് ഈ രോഗം വ്യാപിക്കുവാനുള്ള സാധ്യത കൂടുതലാണ് എന്ന ഒരു നിരീക്ഷണത്തിലേക്ക് കൂടി ലോകാരോഗ്യ സംഘടന എത്തുന്നത്. അതുകൊണ്ട് തന്നെ വലിയ വ്യാപനത്തിന് തടയിടുക എന്നതിന് തന്നെയാണ് ഇപ്പോൾ ഊന്നൽ നൽകുന്നത്. അപർണ. KP അഭിലാഷ് വിവരങ്ങൾ.